ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാനും കൂടെ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. 3 നേരത്തേക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. പാലെണ്ണ വേണമെന്നില്ല, വെള്ളം വെച്ചിട്ടും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് പാലെടുക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് വെള്ളം വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഉപ്പ് കുറഞ്ഞ അളവിൽ മാത്രം മതിയാവും, കൂടി പോവരുത്. അപ്പോൾ മുട്ടയും പാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പഞ്ചസാര എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1 കപ്പും പിന്നെ ഒരു 3 ടേബിൾ സ്പൂണും കൂടെ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലെടുത്താൽ തന്നെ കുറച്ച് കൂടുതൽ അളവിൽ തന്നെ സ്നാക്ക് ഉണ്ടാവും. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് കനത്തിൽ കട്ട് ചെയ്തെടുക്കണ്ട, ചെറിയൊരു കനത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ചെറിയൊരു മിക്സും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിൽ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ 1 മുട്ട തന്നെ മതിയാവും, 2 വേണമെന്നില്ല. ചെറിയ മുട്ടയാണെങ്കിൽ 2 എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കാം. ഇനി നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അങ്ങോട്ട് സെൻറ്ററിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഉടനെ തന്നെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഇതുപോലെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. മാവ് ഒഴിച്ച് ഉടനെ തന്നെ വെച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ അതിൽ കറക്റ്റായിട്ട് ഒട്ടി പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ബാറ്റർ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് സെറ്റായിട്ട് വരും. പിന്നെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നട്ട്സ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ മുകളിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഈ ഒരു മുട്ടയുടെ മിക്സ് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യണം കേട്ടോ. അങ്ങനെ മുട്ടയുടെ മിക്സും കൂടെ വരുമ്പോഴാണ് ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് മുകൾ ഭാഗത്ത് ഒരു 1/4 ടീസ്പൂൺ നെയ്യൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് മുകൾ ഭാഗത്തൂടെ ആയിട്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നത് ഒന്നും കൂടെ നല്ലതാണ്. ഇനി മറിച്ചിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ദോശ ആക്കിയിട്ട് ചുട്ടെടുക്കുന്നതിന് പകരമായിട്ട് പാനിൽ മൊത്തമായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് 3 തവി മാവൊക്കെ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് പരത്തിയിട്ട് ദോശ പോലെ പരത്തിയെടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നേന്ത്രപ്പഴം ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ അതിന് മുകളിലേക്കായിട്ട് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നട്ട്സ് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒറ്റയടിക്കാവുമ്പോൾ പെട്ടെന്ന് വലിയ ദോശയാക്കിയിട്ട് ചുട്ടെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറിച്ചിട്ട് കൊടുക്കാൻ കുറച്ചൊരു പ്രയാസമായിരിക്കും. കാരണം പഴമൊക്കെ അങ്ങനെ വെച്ചത് കാരണം മറിച്ചിട്ട് കൊടുക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരിക്കും. എന്നാലും പകുതിയായിട്ട് മുറിച്ചിട്ടൊക്കെ മറിച്ചിട്ടിട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതിയാവും. പിന്നെ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം.
അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.